ഇന്ത്യയിലെ തന്നെ ആദ്യ ഡിജിറ്റൽ സെൻസസ് നടപടിക്രമങ്ങൾക്ക് കേരളത്തിൽ തുടക്കമായിട്ടുണ്ട്. ഇന്ന് മുതൽ ഈ മാസം 30 വരെ സെൻസസ് പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ, ജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൗകര്യവുമുണ്ട്. ജനസംഖ്യാ കണക്കെടുപ്പിനായി ജൂലൈ 1 മുതൽ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് നേരിട്ടെത്തും. രേഷ്മ രാജനാണ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നത്. രേഷ്മ, അങ്ങനെ സെൻസസ് നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുകയാണ്. 2027 കേരളത്തിലും ഔദ്യോഗിക തുടക്കമാകുന്നു. എന്താണ് ഈ കമ്മീഷൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ? പൊതുജനങ്ങൾക്ക് എങ്ങനെ പോർട്ടലിലേക്ക് പ്രവേശിക്കാം? എങ്ങനെയാണ് നടപടിക്രമങ്ങൾ? വിശദമായി പറയാം. സേതു, രാജ്യത്തെ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ ആദ്യഘട്ടം ജൂലൈ 1 മുതൽ 30 വരെയാണ്. ഇതിന് മുന്നോടിയായിട്ട് പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ സമർപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന ഒരു സൗകര്യമാണ് നിലവിൽ ഇപ്പോൾ അതിനനുവദിച്ചിട്ടുള്ളത്. ഈ മാസം 30 വരെ, അതായത് ഇനി ഒരു 15 ദിവസം സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് അവരുടെ സ്വയം വിവരങ്ങൾ, കുടുംബത്തിൻ്റെ വിവരങ്ങൾ, ഇതെല്ലാം ഈ ഒരു പോർട്ടലിൽ sc.census.government.in എന്നൊരു പോർട്ടലുണ്ട്. ഇതിനുള്ളിൽ കയറി വളരെ എളുപ്പത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വിവരങ്ങൾ സ്വയം അതിൽ അറിയിക്കാം എന്നുള്ളതാണ്. പിന്നീട് ഉദ്യോഗസ്ഥർ ഈ ഒരു ജൂലൈ 1 മുതലാണ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഭവന സന്ദർശനത്തിനെത്തുന്നത്. ഈ സമയം ഈ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ എന്യൂമറേഷൻ ചെയ്യുമ്പോൾ, സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ ലഭിക്കും. ഇത്തരത്തിൽ ഈ ഒരു റെഫറൻസ് നമ്പർ അന്നേരം ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അത് നൽകിയാൽ മതിയാവും. പിന്നീട് അതിൻ്റെ ആ ഒരു ഘട്ടം പൂർത്തിയായതിനു ശേഷം രണ്ടാം ഘട്ടം 2027 ഫെബ്രുവരി മാർച്ച് സമയത്തോടെ ഈ ഒരു കണക്കെടുപ്പ് പൂർത്തിയാവുന്നതായിരിക്കും. ശരി.